ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആയി കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് സൺഡേ ആയിട്ട് എന്നാ പരിപാടി, എന്നാ സൺഡേ സ്പെഷ്യൽ എന്താ എല്ലാവർക്കും? ഞാൻ ഇന്ന് സൺഡേ പള്ളിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. പള്ളിയിൽ പോയിട്ട് വന്നപ്പം ഞാൻ സവാള തീർന്നു പോയായിരുന്നു. പിന്നെ ഇപ്പോൾ സവാള മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറിയതാണ്. അപ്പോൾ എനിക്കിന്ന് സൺഡേ സ്പെഷ്യൽ വന്നിട്ട് ഗീ റൈസും ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഗീ റൈസ് ഉണ്ടാക്കി വെച്ചിട്ട് പോയായിരുന്നു. അതുകൊണ്ട് റൈസ് റെഡിയുണ്ട്. അപ്പം അതിനകത്ത് ഇനി കറിയും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ റെഡിയാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി എൻ്റെ തട്ടിക്കൂട്ടി ചിക്കൻ കറി എൻ്റെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സംഭവമാണ്. ടീന സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് പിന്നെ എൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ അത് വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ചുമ്മാ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കുശലം പറയാമെന്ന് വിചാരിച്ച് വന്നേ കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് എന്താ സൺഡേ ആയിട്ട് എന്താ പരിപാടി, എന്നെ എന്നാ സ്പെഷ്യലാക്കി, എല്ലാവരും പള്ളിയിലൊക്കെ പോയോ, എന്താ വിശേഷങ്ങളൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പോൾ ഞാൻ രാവിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ കുറച്ച് പണി ഒതുക്കി വെച്ചേക്കുന്നത് കൊണ്ട് വേഗം പണിയാവും. ഇത് തന്നെ വലിയ താമസം ആവത്തില്ല. ചിക്കനും എല്ലാം കഴുകി ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനങ്ങോട്ട് മസാല തയ്യാറാക്കുക, അടുപ്പിലിടുക, വേവിക്കുക, കാര്യം കഴിയും. അതാണ് തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് എൻ്റെത്. അപ്പോൾ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അപ്പം 3 സവാള ഞാനൊന്ന് തൊലി കളഞ്ഞ് കഴുകി ഒന്ന് സ്ലൈസായിട്ട് അരിഞ്ഞോണ്ട് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സെറ്റല്ലേ? ഓക്കെ, സെറ്റ്. പോയിട്ടില്ലേ? ഞാൻ സ്ലൈസായിട്ട് ഞാൻ അരിഞ്ഞതല്ല, എൻ്റെ ചോപ്പർ അരിഞ്ഞതാണ്. അത് സ്ലൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് എളുപ്പം ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അയ്യോ, കണ്ണു തീർന്നു. എന്നിട്ട് കുക്കർ അടുപ്പ് വെച്ചു. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിലേക്കാണെന്നുണ്ട് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം, 2 ഗ്രാമ്പു, ചെറിയ കഷ്ണം കറുവപ്പട്ട മുറിച്ചത്, 2 ഏലക്ക. ഇത് ഇത്രയും കൂടെ ഫ്രൈ ആയപ്പോൾ ഇതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് വേഗം ഫ്രൈ ആയി കിട്ടും. അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആവുന്ന നേരത്തിന് ഇതിലേക്ക് നമുക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബിരിയാണി ഇലയും കൂടെ ഞാൻ മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് അതുകൂടി നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. എന്നിട്ട് അതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഈ ചിക്കന് ആ ഉള്ളിയുടെ എണ്ണയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഈ ചിക്കൻ വേവുന്ന നേരത്തിന് ഈ ചിക്കന് ചേർക്കാൻ വേണ്ടുന്ന മസാലകൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം, ഫ്രൈ ചെയ്ത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ പാൻ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് ഞാനാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 അണ്ടിപ്പരിപ്പ്, 3-5 ബദാമോട് ചേർക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ഏതാ ഉള്ളോ അത് ചേർക്കുക. 2 ഉണ്ടെങ്കിൽ 2 ചേർക്കുക, ഒന്നേ ഉള്ളെങ്കിൽ അത് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനാണെങ്കിൽ 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് സവാള ഫ്രൈ ആക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള വേഗം ഫ്രൈ ആയി കിട്ടും. ഉപ്പ് നോക്കി വേണം ചേർക്കാൻ, കാരണം നമ്മൾ ചിക്കനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാള നോക്കി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണെങ്കിൽ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് അതിലേക്ക് എരിവിന് മുളക് പൊടി ഞാൻ ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് മുളക് പൊടി എടുക്കുന്ന അതേ അളവിന് മല്ലിപ്പൊടി ഞാൻ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു. എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, എന്നിട്ട് അന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കറുവപ്പട്ടയും ഗ്രാമ്പുമൊക്കെ ഞാൻ ചേർത്തതുകൊണ്ടാണ് ഗരം മസാല ഞാൻ അത്രയും ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് കണ്ടില്ല. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് അതേ ജാറിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത മസാലകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. കണ്ടില്ല, അപ്പോൾ മസാല നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു. അപ്പോൾ മസാല റെഡിയുണ്ട്. അത് നമ്മൾ ചിക്കൻ വേവാൻ വെച്ചിട്ടൊരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചുകൊണ്ട് വന്ന് മസാല ചേർത്ത് കൊടുക്കാം.
ആ മസാല ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ചാറ് എങ്ങനെ വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ചേർത്തു. എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചൊന്ന് വേവിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ചിക്കൻ എണ്ണയിൽ കിടന്നൊരു 3/4 വേവോളായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചിക്കൻ കറി അടക്കം വെച്ചു. അതൊന്ന് വേവുന്ന സമയമേ ഉള്ളൂ. എന്താ പറയുന്നത്, 1:30 മണിയായി. ഞാൻ എത്ര മണിക്കായിരുന്നു? 1 മണിക്കായിരുന്നു തോന്നല്ലേ? 1 മണിക്കായിരുന്നു, 12:45 12:45 അടുക്കളയിൽ കയറിയത്. സമയം ഓർക്കുന്നില്ലടേ. എന്തോ ആയാലും പിന്നെ എന്താ പറയുന്നത്, എൻ്റെ കറി റെഡിയായി. അപ്പം എൻ്റെ കറി റെഡി ആവുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വറുക്കാന്ന് വിചാരിച്ചു, ഇച്ചിരി മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇപ്പം വറക്കാനല്ല, മസാല വരണ്ടിരുന്ന് കഴിഞ്ഞാലെ കൊണ്ട് അങ്ങനെ ഫ്രിഡ്ജ് വെച്ചാൽ എപ്പോഴെങ്കിലും എമർജൻസിക്ക് വറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കടലമാവ്. അതത്രയാണ് പൊടിയായിട്ട് ചേർത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ ഉപ്പ്, എന്നിട്ട് കുറച്ച് തൈര്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയാണ് എൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന എൻ്റെ മസാല. ഞാനിന്ന് തൈരാണ് ചേർത്തത്, നാരങ്ങ ഇല്ലായിരുന്നു. നാരങ്ങയ്ക്ക് പകരം ഞാനൊരു 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്തു. തൈര് മാത്രമേ ചേർത്തോ, വെള്ളമൊന്നും ചേർത്തില്ല. അപ്പോൾ തൈര് ചേർത്തിട്ട് ഇതുപോലെ മസാല റെഡിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 kg ചിക്കൻ ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാലയൊന്ന് മാരിനേറ്റ് ചെയ്യണം. എന്നിട്ട് അത് പാത്രത്തിലാക്കി അങ്ങ് അടച്ച് വെച്ചിരുന്നാലേ അതിനകത്ത് ആ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വറക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. പിന്നെ ചിക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറക്കുന്നത് കുറച്ച് നേരം ഒന്ന് മസാല പുരട്ടി വെച്ചിട്ട് വറുത്താലുണ്ടല്ലോ ചിക്കൻ നല്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവും. കണ്ടില്ലേ, ഞാൻ എടുത്ത മസാല കറക്റ്റാണ്. അപ്പോൾ ഞാനിതിങ്ങനെ അങ്ങ് ബോക്സിലാക്കി എടുത്തങ്ങ് വെക്കാൻ പോകും. എൻ്റെ അടുത്ത് പിന്നെ ഇങ്ങനത്തെ കുറേ ബോക്സുകളുണ്ട്, മീനും ഇറച്ചിയൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഈ മേടിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകൾ ഞാൻ വരുമ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എടുത്ത് കളയത്തില്ല, അങ്ങനെ എടുത്ത് വെക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് യൂസ് ആവും. ഇതിപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെക്കുന്നില്ല കേട്ടോ, ഫ്രിഡ്ജിലേ വെക്കുന്നുള്ളൂ. ഒന്ന് ഇന്ന് വൈകിട്ട് എടുക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ. അതുകൊണ്ട് പിന്നെ ഫ്രീസറിലോട്ട് വെക്കുന്നില്ല. ഫ്രീസറിൽ വെച്ചാൽ പിന്നെ അതിൻ്റെ ഐസ് പോകാനെ കൊണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കബാബിനൊന്നും പൗഡർ മേടിക്കത്തേ ഇല്ല. ഞാൻ തന്നെ വീട്ടിലുള്ള മസാലകൾ വെച്ചിട്ടാണ് കബാബിനുള്ള മസാല റെഡിയാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ചിലപ്പം കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ചേർക്കും. ഇന്നിപ്പോൾ കടലമാവും മൈദമാവൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി ചേർത്തേ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ വെറും കോൺഫ്ലോർ മാത്രം ചിലപ്പോൾ ചേർക്കത്തുള്ളൂ, ഉള്ളതിനനുസരിച്ചിട്ട്. ചിലപ്പോൾ ഇച്ചിരി അരിപ്പൊടി ചേർക്കും, ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കും. പക്ഷേ ഇന്ന് അരിപ്പൊടി ഉണ്ടായിരുന്നു, പക്ഷെ ചേർത്തില്ല, മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ആക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഉണ്ടല്ലേ, നന്നായിട്ട് മസാല പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് സെറ്റാക്കാൻ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആവും മീൻസ് എന്താ പറയുന്നത്, ഇപ്പം ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നുന്നല്ലോ. നമ്മളൊരു 1-2 മണിക്കൂർ ഇങ്ങനെ അങ്ങ് വെച്ചേക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ഇതങ്ങ് വെക്കട്ടെ. അപ്പം ചിക്കൻ കറി ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എങ്ങനെയുണ്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. ഉണ്ടല്ലേ, അപ്പം ചിക്കന് നന്നായിട്ട് വെന്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ ലഞ്ച് റെഡിയാണ്. ഇനി ഒന്ന് വിളമ്പി കൊടുക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് വിശന്നിരിക്കുക. പള്ളിയിൽ പോകുന്ന ദിവസം ഈ രാവിലെ ഒന്നും ഉണ്ടാക്കത്തില്ലല്ലോ. രാവിലെ പിന്നെ ഒരു ചായ മാത്രം കുടിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പം പിന്നെ അത് പിന്നെ ശീലമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പം സൺഡേ എന്നായാലും ഊണ് കഴിക്കുമ്പോൾ 2 മണിയാവും. അപ്പോൾ 1:45 1:50 സമയം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടേബിളിലോട്ടൊന്ന് കൊണ്ടുവച്ചാൽ എല്ലാവരും അവരവരുടെ ആവശ്യത്തിനെടുത്ത് കഴിച്ചോളുമല്ലോ. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയത് ആദ്യം പാതി എണ്ണ പാതി നെയ്യ്, അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇപ്പം 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഇല, ഇത് ഇത്രയും കൂടെ ഒന്ന് ഇടുക. അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൊണ്ട് ഇടും. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് അത് നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് അരി കഴുകിയതിട്ട് കൊടുക്കും. അരി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പം അതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കും. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത് സോണ മസൂരി അരിയിലാണ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചു. പിന്നെ അടച്ച് വെച്ചിട്ട്
വേവിക്കും. ഒന്ന് തിളച്ചൊന്ന് വെള്ളം വറ്റാറാകുമ്പോൾ ഞാൻ പഴയ എൻ്റെ ദോശക്കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് അതിന് മുകളിലോട്ട് എടുത്തങ്ങ് വെക്കും. വെച്ച് അടച്ചു വെച്ചിട്ട് അതങ്ങ് വേവിച്ചെടുക്കും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൊണ്ടിടും. അങ്ങനെയാണ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചില സമയത്ത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഗീ റൈസ് വെക്കാറുണ്ട്. പക്ഷേ ഇപ്പം പച്ച തേങ്ങ അങ്ങനെ കിട്ടാറുമില്ല. അതുതന്നെ തേങ്ങയ്ക്ക് ഭയങ്കര വിലയൊക്കെ ആയതുകൊണ്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഗീ റൈസ് ഉണ്ടാക്കി ഇനി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കണ്ടല്ലോ എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ കൊടുക്കട്ടെ. ചോറ് വിളമ്പി നമ്മുടെ ചിക്കൻ കറി എൻ്റെ കൂട്ടുകാർ കേട്ടോ. ചിക്കൻ കറി ഞാനാണെങ്കിൽ കുറച്ചൊന്ന് ചാറായിട്ട് വെക്കുന്നത്. എന്നിട്ടും എൻ്റെ അപ്പൂസ് ചോദിക്കുന്നത് അമ്മ ഇച്ചിരി കൂടെ ചാറായിട്ട് വെക്കാൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ ഗീ റൈസ് കഴിക്കാനെ കൊണ്ട് ചിക്കന് നല്ല ഗ്രേവി വേണം. ഞാൻ എന്നിട്ട് ഇച്ചിരി കട്ടിക്ക് എടുത്തത്. എൻ്റെ കൂട്ടുകാർക്ക് ഇത്രയും ചാറായിട്ട് വേണമെങ്കിൽ വെള്ളം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം എൻ്റെ ലഞ്ച് ഇതാണ്. ഞാനിതെല്ലാം ടേബിളിലോട്ടൊന്ന് കൊണ്ടുവെക്കട്ടെ. അപ്പോൾ ഓരോരുത്തർ പല മൂലകളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് ഇതിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് എത്തും. അപ്പോൾ ഞാനതെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവരെയൊക്കെ വിളിച്ച് ഇവിടെ എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ പാട് കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൂസ് വന്നു, അച്ഛ വന്നു. ഇനി എൻ്റെ മൂത്ത മകൻ ഇനി എത്തിയിട്ടില്ല. അപ്പോൾ അച്ഛ ആദ്യം ഇരുന്നു. ഇന്നപ്പോൾ ഞാൻ എന്നാൽ ശരി അച്ഛയ്ക്ക് അങ്ങ് വിളമ്പാന്ന് വിചാരിച്ചു. അച്ഛയ്ക്ക് വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെക്കന്മാർക്കൂടെ അങ്ങ് വിളമ്പിയമിച്ച് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അച്ഛയ്ക്ക് വിളമ്പിയതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ചെക്കന്മാരുടെ പാത്രം എടുത്തിട്ട് അവന്മാർക്കൂടുള്ളത് ഞാനങ്ങ് വിളമ്പി വെച്ചു. വിളമ്പി വെച്ചതിന് ശേഷം പിന്നെ ഞാനൂടെ അങ്ങ് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ലഞ്ച് സ്പെഷ്യൽ ഉണ്ടല്ലോ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ഞാനും എനിക്ക് വേണ്ടിയും വിളമ്പി. നല്ല വിശപ്പുണ്ട്. 2 കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ലഞ്ചൊന്നും കഴിക്കട്ടെ. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോഴത്തേക്ക് ബൈ.